മറ്റത്തേക്ക് വന്നിരിക്കുകയാണ് അല്ലി ചേച്ചിയുടെ അവിടേക്ക്. വെള്ളം ഒട്ടും ഇല്ലാതെ വേണത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ നനഞ്ഞ പോലെ ഇരിക്കും. നമ്മുടെ ഒക്കെ ഒരു ഷേപ്പിലേക്ക്. അതെ, ഞാൻ നിങ്ങളുടെ പാവൻ സബ്സ്ക്രൈബർ ആട്ടാ. ക്രിസ്മസിന്റെ തലേദിവസം പരിപാടികൾ വന്ന് എടുക്കാത്തതാണ്, പക്ഷെ ആ ജ്യൂസ് വേൾഡ് കണ്ടിട്ടാ വിളിക്കണേന്ന് പറഞ്ഞിട്ട് അവരെടുത്തു. അയച്ചോ, ബോംബൊന്നല്ല. അതെ, KFC ടേസ്റ്റ്. ഇതിന് വലിയൊരു കോംപ്ലിമെന്റ് വേറെ എന്താ ഉള്ളത്? ഞങ്ങള് ക്രിസ്മസ് ആയിട്ട് മറ്റത്തേക്ക് വന്നിരിക്കുകയാണ് അല്ലി ചേച്ചിയുടെ അവിടേക്ക്. അല്ലി ചേച്ചിയുടെ ക്രിസ്മസ് സ്പെഷ്യൽ എന്താ ഇടാത്തേന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് നാളെ കമൻസ് തരുന്നു. പക്ഷെ സോറി, ക്രിസ്മസിന് മുമ്പ് നമുക്ക് ഇടാൻ പറ്റിയില്ല, ക്രിസ്മസിന് ശേഷം ആണ് വന്നിട്ടുള്ളത് കേട്ടാ. അപ്പൊ എന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോണേ? ഞങ്ങളിവിടെ സ്റ്റാർട്ടറായിട്ട് ചെയ്തിരുന്ന ഒരു ചിക്കൻ്റെ ഐറ്റാണ്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ള പേര് നിങ്ങൾ കേട്ടോ? അതന്നെ, ഇവിടെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടാറ്. ചിക്കൻ ബ്രെഡ് ക്രംസ് ഫ്രൈ എന്ന് പറയും. പിന്നെ എന്തിട്ടാണ്, ഇതൊരു നഗറ്റ്സിന്റെ ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു സാധനം. സ്റ്റാർട്ടറായിട്ട് കൊടുത്തിരുന്നതാണ്. ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോ സ്റ്റാർട്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. വേണ്ടത് ചിക്കനാണ് കേട്ടാ. ഇതിനൊരു അളവൊന്നുമില്ല, നമ്മുടെ വീട്ടില് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചിക്കൻ ഇടുക. വെള്ളം ഒട്ടും ഇല്ലാതെ വേണത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ നനഞ്ഞ പോലെ ഇരിക്കും. അപ്പൊ ഇത് മുന്നേ തന്നെ നമ്മളിങ്ങനെ അരിപ്പയില് വെക്കേണ്ടതായിരുന്നു. എല്ലില്ലാത്തതല്ല, വേണേ ഇവിടെ വന്നു. എല്ലില്ലാത്തതല്ല, ഞാൻ എല്ലോടുകൂടിയാണ് ചെയ്യാറ്. എല്ലില്ലാത്തത് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇങ്ങനെ വാരി വാരി തിന്നാലോ. പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഇത്തിരി എല്ലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിലേക്ക് ഇത്തിരി ചൊറുക്ക, കുറച്ച് ചൊറുക്കൊഴിച്ചു, വിനാഗിരി, ഇനി കുറച്ചുപ്പ്, വളരെ കുറച്ചുപ്പ് മതി. പിന്നെ വേണ്ടത് ഒരു മുട്ട, അത് പൊട്ടിച്ചൊഴിക്കുന്നു. ഇത് കോൺഫ്ലോർ ആണ്. അടുത്ത് കോൺഫ്ലോർ, ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുറച്ചുകൂടി നല്ലോണം അരയണം. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല, ഭയങ്കര പേസ്റ്റ് അല്ല കേട്ടാ, പേസ്റ്റ് ആവണം. നമ്മൾ പൊടിച്ച ഗരം മസാലയുടെ പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകവും ഉണക്കമുളകും കൂടിയിട്ട് പൊടിച്ചതാണ്. പൊടിച്ചതല്ല, ഒന്ന് ക്രഷ് ചെയ്തതാണ്. ചില്ലി ഫ്ലേക്സും പെരിഞ്ജീരകവും ശരിക്കും പൊടിഞ്ഞുണ്ടാവില്ല. ഇല്ല, രണ്ടും കടിക്കും ഇങ്ങനെ. ഇതിൽ കുരുമുളക് പൊടി. ശരീരത്തിരി ഉറക്ക പറഞ്ഞോട്ടെ, എൻ്റെ ഒച്ച പറന്നിരിക്കണം. ഇനി ഇത് മിക്സ് ആക്കാം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ആക്കുക, ഗ്ലൗസ് കൊണ്ടൊന്നും ചെയ്യണമൊന്നുമില്ല. കൈകൊണ്ട് ചെയ്താലാണ് ആ കൈപ്പുണ്യം കിട്ടുള്ളൂ. കറക്റ്റ്, എനിക്കതാണ് ഇഷ്ടം. നമ്മൾ കൈയൊക്കെ വൃത്തിയാക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടാ. കുറച്ചു നേരം പുരട്ടി വെച്ച നല്ലതാണ്. മുമ്പൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് ഓയിസ്റ്റർ സോസ് അങ്ങനത്തെയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണില്ല. ഇപ്പൊ ഞാൻ ചേർക്കാറില്ല. തരിയും കൂടി പൊടി ഇത് മിക്സ് ആക്കിയപ്പോഴേ കുറച്ച് കോൺഫ്ലോർ കുറവാണ്, അപ്പൊ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് കേട്ടാ. ഒരു 3-4 സ്പൂൺ ആവാം അല്ലേ ഇത്ര ചിക്കനിലേക്ക്. നന്നായി കോട്ടിങ് വരണല്ലേ. ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരരുത്, അപ്പൊ റസ്കിന്റെ പൊടി ആകുമ്പോ പിടിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം വെക്കണം ഇങ്ങനെ അല്ലേ. ഇത് കുറച്ച് സമയം ഇരിക്കട്ടെ കേട്ടാ. തീയാൻ പോവാണ് കേട്ടാ. ചട്ടി വയ്ക്കാണ്. ഈ ചട്ടി കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ഇരുമ്പിന്റെ ചട്ടിയാണ്. പിന്നെ ഇവിടെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണ കാരണമാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാ. ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യുക. മതിയാ. അപ്പോൾ ഓയിൽ നമ്മളിവിടെ ചൂടാവാൻ വേണ്ടി വെച്ചു. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണേ. ഇനി ഈ സാധനം ഉണ്ടല്ലോ, വെറുതെ ഇനി ബ്രെഡ് ക്രംസിൽ മുക്കി വറക്കലല്ലാട്ട പരിപാടി. അതിനൊരു പണിയുണ്ട്, ചെയ്തോ. റസ്കിന്റെ പൊടിയാണത്. പൊടിച്ചു വെച്ചേക്കണോന്നല്ല, റെഡിമെയ്ഡ് വാങ്ങിക്കണം. സ്ഥിരമായിട്ട് കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇതിന് ഒരു പീസ് എടുക്കുക. 2 കൈ ഉപയോഗിക്കേണ്ടതാണ്. 2 കൈ ഉപയോഗിക്കണം. ഈ ഒരു ഇങ്ങനെ നമ്മുടെ ഒരു ഷേപ്പിലേക്ക് വെറുതെ ഇങ്ങനെ മുക്കിയെടുത്താൽ പോരാ, ഇങ്ങനത്തെ ഒരു ഷേപ്പില്
ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആക്കി എടുക്കണം. ഒരു പിടി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ ആ പീച്ചാമ്പടിയുടെ ഒരു ഷേപ്പിലേക്ക് വരണം. വേറെ പിടിയുണ്ട്, അത് മറ്റേ ബോള് പോലെ അത് കോഴിയും പിടിയും വെക്കണ അതല്ല, ഇവരിവിടെ തന്നെ പിടിക്കോഴി എന്ന് പറയാം. അവരൊക്കെ പിടിക്കോഴി എന്ന് പറയുന്നത്. അതെ, ഇങ്ങനെ പിടിക്കല്ലേ. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് ഒക്കെ നന്നായി. പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് ആ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് തോന്നില്ല. അന്ന് 24-ാം തീയതി രാത്രി ഇവിടെ പള്ളിയിലേക്ക് ഇവിടുത്തെ നോയമ്പ് വിടാനുള്ള അതിൻ്റെതായ പണികൾ ആവശ്യം പോലെ ഉണ്ടായി. രാത്രി അത് കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോയി വന്നു. ഇവിടെ തന്നെയാണ് നമ്മൾ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഒക്കെ ഷെഡിൽ തന്നെ. ഈസ്റ്ററിന് നമുക്ക് ഓർഡറൊന്നും എടുക്കാറില്ല. അല്ല, ക്രിസ്മസിന് അങ്ങനെ ഈസ്റ്ററിനായാലും ഓർഡറൊന്നും എടുക്കാറില്ല. പക്ഷെ പണി ഉണ്ടാവും. മോനും മരുമോനും ഉണ്ടായിരുന്നു. മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ബോംബെയിലാണ്. അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്. മോൻ പിന്നെ വന്നില്ലല്ലോ. ഇല്ല, അന്ന് കല്യാണത്തിന് വന്നു പോയത് അല്ലേ? കല്യാണത്തിന് വന്നു. പിന്നെ ഇവിടെ മാതാവിന്റെ ഒരു പെരുന്നാളുണ്ട്, അതിന് ഞങ്ങൾ വരുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ വന്നു സർപ്രൈസ് ആയിട്ട്. ഫെബ്രുവരിയിലോ മറ്റോ വരുള്ളൂ. ഇപ്പോ സ്റ്റാർട്ടറായിട്ട് മുൻപ് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യാറില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഇത് എളുപ്പല്ല. ഇപ്പൊ നമ്മളൊരു 500 പീസ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇരിക്കണം. പിന്നെ അത് മാത്രല്ല, നമ്മളത് സെറ്റ് ചെയ്ത് വെച്ച് ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി ഇപ്പൊ വർക്കാണ്. ഇത് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കണേ. കുറച്ച് നേരം കഴിയുമ്പോൾ നനവ്, കോഴിയുടെ നനവ് വന്നു തുടങ്ങും. നമ്മൾ ചെയ്യണുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പിന്നെ എടുക്കുന്ന സമയത്ത് വീണ്ടും ഇതൊന്നും കൂടി വീണ്ടും റസ്കിലൊക്കെ ഇട്ടിട്ട് പൊടിയിലിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ നമ്മള് റെഡിമെയ്ഡ് ഈ പരിപാടി നിർത്തി. എന്നാലും വീട്ടിലൊക്കെ ചെയ്യാൻ നല്ലതാണ്. പിള്ളേർക്കൊക്കെ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഈ സാധനം. പിന്നെ എരിവും ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. അല്ല, കൂടുതലായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാള് ഈ കോഴീനെ ഇങ്ങനെ മുക്കും, വേറെ ഇങ്ങനെ ഞെക്കും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ചെയ്യാറ് അവിടെ. അത് 2-3 സെറ്റായിട്ട് അങ്ങനെ ഈ രണ്ടുപേരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അവിടെ. പിന്നെ യൂട്യൂബ് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ പേരൊക്കെ വിളിച്ചിരുന്നു, ഓർഡേഴ്സ് തന്നിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പറയണ്ടേ. ഞങ്ങളുടെ തന്നെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അതേ ഞാൻ നിങ്ങളുടെ പാവൻ സബ്സ്ക്രൈബർ ആട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചാനലൊന്നുമില്ല. അജൂസ് വേൾഡ് ജ്യൂസ് വേൾഡ് സരിതയുടെ അജുവിൻ്റെയാണ്. അവര് വന്നിങ്ങനെ എടുക്കണതാണ്, സബ്സ്ക്രൈബറാണ് ഞാൻ. ഒന്ന് ഓടി വന്ന് പരിചയപ്പെട്ടു എന്ന് പറയാം. ഇവിടെ തന്നെയായിരുന്നു, മറ്റത്തിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വന്നപ്പോൾ ഓടി ഒന്ന് പരിചയപ്പെട്ടു. സബ്സ്ക്രൈബറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ പേരൊക്കെ പറഞ്ഞു നിങ്ങളുടെ വീഡിയോസ് കാണാൻ. പിന്നെ ഞങ്ങള് ചാവക്കാട് ഇടയ്ക്ക് മീൻ എടുക്കാൻ പോകും, ഞാനും സൈമണും കൂടി. അവിടെ ഒരു ഇക്കയുണ്ട്, ഷംസുക്ക. ആ ഇക്ക എന്നോട് പറഞ്ഞു, ഇവരുടെ വീഡിയോസ് എല്ലാം ഞങ്ങൾ കാണുന്നതാണ്, അവിടെ എല്ലാവരും കാണും ജ്യൂസ് വേൾഡ്. അങ്ങനെയാണ് ഞങ്ങളെ പരിചയം. ഞങ്ങൾ ചെന്നപ്പോൾ ചെല്ലാറുണ്ട്, പക്ഷെ ഇങ്ങനെ വീഡിയോയിലൊന്നും അവർ കാണുന്നില്ലല്ലോ. ഷംസുക്ക എന്നാണ് പേര്. അവർ പറഞ്ഞ അവരുടെ ഭാഗത്ത് എല്ലാവരും കാണുന്നതാണ് ജ്യൂസ് വേൾഡ് ഒക്കെ. ചേച്ചിയുടെ ഉള്ളി ചിക്കൻ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു, ഷോർട്സും കുറേ പേര് കഴിഞ്ഞ ദിവസം ഇവിടെ വേറെ തരത്തിലിടുന്നുണ്ട്. ക്രിസ്മസിന്റെ തലേദിവസം ഒരു ചെറിയ ഓർഡർ ഇവിടെ ഉണ്ടായിരുന്നു. എടുക്കാറില്ല ക്രിസ്മസിന്റെ തലേദിവസം ഒന്നും. അവർ യൂട്യൂബ് കണ്ടിട്ട് വിളിക്കണേന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ അവര് ഇതിന്റെ റീലാണ് കണ്ടേന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ശരി ചെയ്യാം. സാധാരണ ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിന്റെ തലേദിവസം പരിപാടികൾ വന്ന് എടുക്കാത്തതാണ്. പക്ഷെ ആ ജ്യൂസ് വേൾഡ് കണ്ടിട്ടാ വിളിക്കണേന്ന് പറഞ്ഞിട്ട് അവരെടുത്തു. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രത്യേക പരിഗണന ഇവിടെ നിന്ന് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ വലിയൊരു പണി കഴിഞ്ഞു കേട്ടാ. ഇത് ഭയങ്കര പണിയാ. എല്ലാതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായത് ചിക്കൻ മൊത്തം ഇങ്ങനെ ആക്കി വെച്ചു, ഈ ഷേപ്പിലാക്കി. നമുക്കിത് വറുത്ത് കോരാം. ഞാൻ ഇടയിൽ തീ കെടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് സമയം എടുക്കണ കാരണം ഇത് ചൂടായി. അപ്പൊ തീ കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ചെയ്യാൻ ഭയങ്കര ചൂടിലേക്ക് ഇതിട്ടാ പെട്ടെന്ന് പുറമെ കരിഞ്ഞു പോകും. നീ കത്തിയല്ലേ? പിന്നെ തീ കത്തിക്കാൻ പോവാട്ടാ. ഓയിലൊന്ന് ചൂടായോ നോക്കാം നമുക്ക്. ചൂടായിട്ട്
ഒരുപാട് തീ കൂട്ടി വെക്കുകയും ചെയ്യരുത്. അല്ല അപ്പോൾ പുറം മാത്രം കരിയും, ഉള്ള വേവുമില്ല. പകുതിയായിട്ടുള്ളൂ. ശരിക്ക് കല്യാണങ്ങൾക്കൊക്കെ ഒരു 500 ആക്കുകയാണെങ്കിൽ കയ്യൊക്കെ ഒരു പരുവായിട്ട് പിന്നെ തീ ഇങ്ങനെ അതൊക്കെയാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമുക്ക് തീ ഒരുപാട് കൂട്ടി ചെയ്യാൻ പറ്റില്ല. തീ കുറച്ച് ചെയ്താൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ മാറും. ഇത് നമ്മൾ കട്ട്ലേറ്റിന്റെ ബോൾസ് അതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കൊടുക്കാറ്. കട്ട്ലേറ്റ് അല്ലെങ്കിൽ ബീഫിന്റെ കട്ട്ലേറ്റിന്റെ ബോൾസ്, ഫിഷ് കട്ട്ലേറ്റ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം റെഡിമെയ്ഡ് ആക്കി പറ്റണില്ല, അതുകൊണ്ടാണ് നമ്മളത്. അപ്പൊ ഇത് ചേച്ചി ചെയ്യണില്ല. അപ്പൊ ഇത് കഴിക്കണം എന്നുള്ളവർ ഇത് നിങ്ങൾ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിക്കോ. അതിനാണ് റെസിപ്പി തരണേട്ടാ. കുറച്ചൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ എണ്ണം വരുമ്പോ നമുക്ക് അതായത് ഇപ്പൊ ഇടുമ്പോ തന്നെ വേണ്ട, നമ്മൾ ആ ഒരു കളറ് പോവാണ്ട് എടുക്കണം. ശരിക്കും ഗോൾഡൻ ബ്രൗണില് ഇരിക്കണത് ഭംഗി ഉണ്ടാവും. ഉന്നക്കായ പോലെ പോലെ ഇരിക്കും. അതിൽ പഴമൊക്കെയാണ് ചേർക്കാം, പഴം തേങ്ങയും കൂടി. അതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ ആദ്യം ഇവര് പറഞ്ഞോട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതൊക്കെ എപ്പോഴും യൂട്യൂബിൽ കാണുന്ന സാധനങ്ങളാണ്. നമ്മളിപ്പോ പഴം വാട്ടി നെയ്യില് വാട്ടി അതില് ഈ ഓർഡർ അങ്ങനത്തെ മധുരമായിട്ടുള്ളതൊന്നും നമുക്ക് വരില്ല. എല്ലാവരും ഐസ്ക്രീമും പുഡിങ്ങും ഒക്കെയാണല്ലോ പറയാ. അതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇടയ്ക്ക് ഞാൻ ചെയ്തവർക്ക് കൊടുക്കാറുണ്ട്. അവിടെ ഷെഡിലും പിള്ളേർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. വെറുതെ നേന്ത്രപ്പഴം എണ്ണയിൽ വാട്ടി തേങ്ങ പഞ്ചസാരയിട്ട് വിളയിച്ച് ഏലക്കായിട്ട് കഷ്ണൻ്റെ മുന്തിരി വേണമെങ്കിൽ അതിടാം. ഇങ്ങനെ ഇതുപോലെ തന്നെ ഉരുട്ടുക, അത് മൈദയിൽ മുക്കുക, റസ്ക് പൊടിയിൽ മുക്കി വറുത്ത് വരി എടുക്കുക. തീ ശ്രദ്ധിക്കണം. തീ ശ്രദ്ധിക്കണം. ഇവർക്കത് കഴിക്കുമ്പോൾ 1-2 പേർക്കൊക്കെ ഇവർക്ക് തോന്നാം ഏതെങ്കിലും ചെയ്യുമ്പോൾ വെന്തിട്ടില്ലേ ഉള്ളു അങ്ങനെ തോന്നും. അപ്പം അങ്ങനെ സംശയം വരുമ്പോൾ അവർ വീണ്ടും കുറേ നേരം കൂടി ഇടും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പോകും. നമ്മൾ എല്ലാം എന്നെ കൊണ്ട് എത്താറില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഉണ്ട്. വെച്ചോ വെച്ചോ, ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റ്. ഇത്ര കളറ് പോകരുത് ഇതിന്. എന്നാലും അടുത്ത സെറ്റും കൂടി ഒന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് ഇടുന്നു. ഈ ചിക്കന്റെ കഷ്ണം ഇത്തിരി മാംസം ഉണ്ടാവണല്ലേ? മാംസം അല്ലെങ്കിൽ പിന്നെ കഴിക്കുമ്പോ എല്ലു മാത്രമല്ലേ ഷേപ്പിൽ കിട്ടില്ല. അടുത്ത എടുക്കാൻ പോവാണ് കേട്ടാ. ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വലിയ ചേച്ചി അതിനിങ്ങനെ ഒരു ഇതിൽ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ. ഇനി വേണമെങ്കിൽ ഈ സോസ് മയണൈസും നമുക്ക് ഇങ്ങനെ അതിന്റെ മേലെ കൂടെ അങ്ങനെ ഒഴിക്കാം. ശരിക്കും ഇതിലേക്ക് സോസാണ്, അല്ല സോസും ടൊമാറ്റോ സോസും മയണൈസാണ് ഇതിന്റെ ഒപ്പം വെക്കുക അല്ലേ? മയണൈസും കൂടി വന്നെങ്കിൽ ഒരു വെള്ളം വരുമ്പോ ഇത്തിരി ഭംഗി ഉണ്ടാവും. കഴിച്ചു നോക്കിക്കോളൂ. ചൂട് കുറവായി, ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും. കഴിച്ചോ ചേച്ചി ഇവിടെ വെച്ചോ, അതിന്ന് എടുത്ത് കഴിച്ചോളൂ ഇവര്. ഞാൻ കഴിക്കാം. ഓ കഴിച്ചോ, ബോംബൊന്നല്ല. ചൂട് നോക്ക്, ചൂടുണ്ടാ? ഭയങ്കര ചൂടാ? അപ്പൊ ചൂടാറട്ടെ എന്നിട്ട് ഞാൻ കഴിക്കാം. KFC ടേസ്റ്റ്. ഇതിൽ വലിയൊരു കോംപ്ലിമെന്റ് വേറെ എന്താ ഉള്ളത്? ചൂടായതുകൊണ്ടാ. ഇപ്പൊ ചൂടാറട്ടെ. അല്ല ഇവിടെ പിള്ളേർക്ക് ആദ്യത്തെ ട്രിപ്പൊക്കെ ചൂടാറിയുണ്ടോ? കറുത്തത് ആദ്യത്തെ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് വറുത്ത് പോരി, ഇത് ചൂടാറി.
ഇത്തിരി കൂടുതൽ മൊരിഞ്ഞിട്ടുണ്ടല്ലേ അതിനാട്ടാ. അല്ല അത് അത്രയും അങ്ങനെ അത്ര മൊരിച്ച് ആ കളറ് പോവാണ്ട് നമ്മൾ എടുക്കണം, അത്ര മൊരിക്കാൻ പാടില്ല. നല്ലൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇട്ട് അപ്പൊ തന്നെ ഇങ്ങനെ 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ കളറൊക്കെ മാറി കോരിയപ്പോ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു അടിപൊളിയായിട്ട് വന്നിട്ടുള്ളു. രസമുണ്ട്. ഇതെല്ലാരും വെച്ചിട്ടുണ്ടാക്കിയോട്ടാ, അടിപൊളി സാധനം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ചെയ്തേക്കണേ. നമ്മള് ചിക്കൻ കറി വെക്കാൻ വാങ്ങിക്കണേന്ന് കുറച്ച് പീസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ വലിയ പണിയല്ല. കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് പണിയല്ല, അത് അധികം വരുമ്പോഴാണ് ഈ ഉരുട്ടലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട്. നമുക്ക് വീട്ടിലേക്ക് ചെയ്യാനായിട്ട് ഇത് അത്ര കുഴപ്പമുള്ള കാര്യമല്ല. കൂടുതൽ എണ്ണം ചെയ്യുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട്. ഏതാണ്ട് നഗറ്റ്സിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഈ സാധനത്തിന് വരുന്നത്. എടുത്തോ, ഇത് ചൂടാറ് നല്ല പതുക്കെ സമാധാനമായിട്ട് മുഴുവൻ കഴിച്ചോളൂ. ഇവിടെ മോളെപ്പോഴും ചോദിക്കുക, അമ്മ ഈ പുറത്തുനിന്ന് മേടിക്കണ കൊടുക്കണേലും ഇത് ഉണ്ടാക്കി കൊടുക്കണേലും. പക്ഷെ അത് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് കുറച്ചൊന്നും അറിയില്ല. നല്ല അത്യാവശ്യം പാകത്തിന് എരിവ് അല്ലേ, എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂടുതൽ ചേർക്കാം. പിന്നെ ഞാൻ വേറെന്തോ പറയാന്നല്ല, സാധാരണ നമ്മള് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോ ഈ ഓയിലിൽ നിറയെ അത് പോയിട്ട് അത് കരിഞ്ഞ് പിന്നെ മുട്ടി പിടിക്കും. പക്ഷെ അത് അത് അത്രയ്ക്കും നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒന്നും പോയിട്ടില്ല, എണ്ണ ഇതിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ഞങ്ങളിത് ചൂടാറിട്ടൊന്ന് സമാധാനമായിട്ട് കഴിക്കട്ടെ. When the sun is shining, when the birds